നമ്മുടെ ആൾക്കാരൊക്കെ ആഗ്രഹിക്കും സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക, ബ്രാൻഡ് തുടങ്ങുക, നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക. വലിയൊരു ഡ്രീം ആയിരിക്കും കുറേ ആൾക്കാരൊക്കെ. അപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു നെടുന്തൂണ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും അതിൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ മുമ്പോട്ടുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ ഈ മാർക്കറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരിയാണ്. മാർക്കറ്റിംഗ് നമുക്കറിയാം, നമ്മളിപ്പോൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് കാണുന്നുണ്ട്. ആഡ്സ് ആണെങ്കിലും പല രീതിയിൽ ഓരോ കമ്പനീസ് ഡിഫറെന്റ് രീതിയിൽ ഇത് അവരെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും ഈ മാർക്കറ്റിംഗ് വെച്ച്. ചില കമ്പനീസ് ഉണ്ട് ഈ ജസ്റ്റ് ഈ ഒരു ആഡ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് അങ്ങ് ഉയർന്നു പോകുന്നത്. അതായത് ഈ ഡിഫറെന്റ് കമ്പനീസ് ഇതുപോലെ തന്നെ ഡിഫറെന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വെച്ചിട്ട് ഹൈ ലെവലിൽ എത്തുന്ന നമുക്ക് കാണുന്നുണ്ട്. ഈ കോഫീന്റെ സ്റ്റോറി, കോഫി എവിടുന്ന ഉത്ഭവം എന്നുള്ള കറക്റ്റ് അറിയോ? കോഫി എത്യോപ്യ ആ ഒരു റീജിയനിലെങ്ങനെയാണെന്ന്. എത്യോപ്യയിലാണ് ഈ കോഫി ഫ്രൂട്ട് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ആൾക്കാർ കഴിച്ച സമയത്ത് ഇതെങ്ങനെ അതിന്റെ ഉത്ഭവം വെച്ചാൽ ആൾക്കാർ കഴിച്ച സമയത്ത് ഒരു എനർജി കിട്ടി. ഒരു ഫ്രൂട്ടാണ്, പണ്ടത്തെ കാലാണ്. അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് പിന്നെ ഈ യമനിലുള്ള സൂഫീസ് അവരാണ് ഈ കോഫിന്റെ കുരു, അതായത് എടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് ഈ കോഫിന്റെ അത് പൊടിച്ചിട്ടാണ് പിന്നെ ഈ കോഫി പൗഡർ ഉണ്ടാകുന്നത് അവിടുന്ന് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ കോഫിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ 15th സെഞ്ചുറി മുതൽ പല മാർക്കറ്റിലും സ്ട്രീറ്റിലും ഇത് ഇറങ്ങി തുടങ്ങി, കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെയാണ് കോഫി ഒരു മുമ്പോട്ട് വരുന്നത്. ടീ കുടിച്ച് നടന്ന ജാപ്പനീസിനെ നെസ്ലെ കോഫി കുടിച്ചൊരു കഥ ഉണ്ട്. നെസ്ലെ എന്ന് പറയുന്നത് നമുക്കിപ്പോ നിലവിലുള്ള നെസ്കഫെ. അതെ, നെസ്കഫെ. അതായത് ഈ ജാപ്പനീസ് ഒരു ടീ ഒരു കൾച്ചർ ആയിരുന്നു. അപ്പോൾ ഈ നെസ്ലെ ഈ ഒരു ജാപ്പനീസ് എക്കോണമിയിലേക്ക് ഈ കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് റിസർച്ചിന് വേണ്ടി ഒരു ഫോക്കസ് ഗ്രൂപ്പിനെ അറേഞ്ച് ചെയ്തു. ഒരു ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പാക്കി തിരിച്ച് ഒരു ഫോക്കസ് ഗ്രൂപ്പിനെ മാർക്കറ്റിലേക്ക് ഇറക്കി. എന്നിട്ട് സർവേ നടത്തി ഇത് വർക്കാവുന്നുള്ള. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഈ ജാപ്പനീസിന് ഈ ഇഷ്ടമാണ്, ഈ കോഫീന്റെ ടേസ്റ്റ് ഇഷ്ടമാണ് മനസ്സിലായി. അപ്പോൾ ഒരു മാർക്കറ്റ് ഗ്രൂപ്പ് ഇത്ര ഒരു ഡ്യൂറേഷൻ വെച്ച് ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തി തിരിച്ചു വന്നു. അപ്പോൾ അവർ ഹാപ്പിയാണ്, നെസ്ലെ ഹാപ്പിയാണ് ആ ഒരു റിസർച്ചിൽ റിപ്പോർട്ടിൽ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഒരു നല്ല ഹ്യൂജ് എമൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാർക്കറ്റിലേക്ക് ഇറക്കി. മാർക്കറ്റിങ്ങിനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നല്ല പൈസ ചെലവാക്കി, നല്ല എമൗണ്ട് ചെലവാക്കി മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ഇറക്കി. ഇത്രയും കാലം ടീ കൾച്ചറിലെ ഈ ഒരു നാട്ടിൽ ഇപ്പോൾ നെസ്ലെ പെട്ടെന്ന് കോഫി എന്ന് പറഞ്ഞൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതവിടെ വർക്കാവും. ഇത്രയും ഒരു ടീ കൾച്ചർ സംഭവം ശരിയാണ്, ഇത് വർക്കാവുന്നതാണ് ഇവരുടെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലായത്. ബട്ട് ആക്ച്വലി ഇത് വർക്കായില്ല. ജാപ്പനീസിന് ഈ കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, ബട്ട് ഇത് അവർ കൺസ്യൂം ചെയ്യുന്നില്ല. അങ്ങനെ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോഴാണ് ഈ നെസ്ലെ ഒരു മാർക്കറ്റിംഗ് ഹെഡിനെ ഹയർ ചെയ്തത്. അവർ ഓൾറെഡി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നല്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മാർക്കറ്റിംഗും ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ അവർക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഹ്യൂജ് ലോസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് സക്സീഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴാണ് അവർ മാർക്കറ്റിംഗ് ഹെഡിനെ ഹയർ ചെയ്യുന്നത്. ഫ്ലട്ടർ റെപ്പലാണ് ഒരു മാർക്കറ്റിംഗ് ഹെഡിനെ ഹയർ ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ആളുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആളൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് വലിയ രീതിയിലില്ല, ബട്ട് ഒരു മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്താ വെച്ചാൽ ഈ ജീപ്പിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ജീപ്പിന്റെ ഒരു മാർക്കറ്റിംഗ് സർവേ ഉണ്ട്. അതായത് ജീപ്പ് അമേരിക്കയിൽ റൗണ്ട് ഷേപ്പിലായിരുന്നു ജീപ്പിന്റെ ഈ ഹെഡ്ലൈറ്റ് വന്നത്. പക്ഷെ ആ റൗണ്ട് ഹെഡ്ലൈറ്റ് ഒരു സ്ക്വയറിലേക്ക് മാറ്റിയ സമയത്ത് ഇവരുടെ സെയിൽസ് കുറഞ്ഞു. അന്ന് പണ്ടത്തെ കാലമാണ്, സെയിൽസ് കുറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു ഇതിൽ ക്ലട്ടർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ അമേരിക്കൻസ് എന്ന് പറയുന്നത് ഈ ജീപ്പിനെ ഒരു ഹോസ് എന്നുള്ള രീതിയിൽ, അതായത് മോഡേൺ ഹോസ് ആയിട്ട് കാണുന്നത്, അത് പീസിന്റെ ഒരു സൈനായിട്ട് അത്രയും അവർ സിമ്പിളായിട്ടാണ് കാണുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു വണ്ടിന്റെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ആകുമ്പോൾ അതിന്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ് മാറും. അപ്പൊ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്ന് സ്ക്വയർ ഷേപ്പിലേക്ക് പോയ സമയത്ത് അതിന്റെ കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് ആണ് നടന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ലുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മാറിയ സമയത്ത് ക്ലട്ടർ ഈ സംഭവം മനസ്സിലാക്കി, ക്ലട്ടർ സോൾവ് ചെയ്തു, തിരിച്ച് റൗണ്ട് ഷേപ്പിലേക്ക് ഹെഡ്ലൈറ്റ് കൊണ്ടുവന്നു. ദെൻ അവരുടെ സെയിൽസ് പിന്നെയും കാണാൻ തുടങ്ങി. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഈ പറയുന്ന റെപ്പലുണ്ട്. അത് കഴിഞ്ഞ് റെപ്പൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി കോഫീന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിസർച്ച് നടത്തി. അപ്പൊ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കാലം ഒരു 40 years ആയിട്ട് ടീ കുടിച്ചു വരുന്ന ഒരു കൾച്ചർ. അതായത് ഇപ്പോൾ ചെറിയ കുട്ടികൾ വളരെ ഉണ്ടാകുമ്പോൾ മുതൽ അവർ കാണുന്നത് അവരുടെ പേരൻസ് ടീ കുടിക്കുന്നതാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്മെല് ചെയ്യുന്നത് ടീന്റെ സ്മെല്ലാണ്, കോഫി തരെ സ്മെല് ചെയ്തിട്ടില്ല. അത്രയും കൾച്ചർ, അതായത് നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ കാണുന്നത് വരെ നമ്മളിങ്ങനെ വലുതായി വരുമ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു ഇതിലാണ് വന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ ക്ലട്ടർ കണ്ടെത്തി? എന്താണ് ക്ലട്ടർ നമുക്കറിയാലോ, ഇപ്പോൾ ചെറിയ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുക, അതാണ് ഫസ്റ്റ് ക്ലട്ടറിന്റെ ഓപ്ഷൻ.
കോഫി കാൻഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റിൽ. മുട്ടായി. ചെറിയ പല പല ടൈപ്പിൽ കോഫി കാൻഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ചെറിയ മക്കളെ ടാർഗറ്റ് ചെയ്യുക. അതായത് ചെറിയ കുട്ടികളെ വായിലേക്ക് ഈ കോഫിന്റെ രുചി എത്തിക്കുക എന്നുള്ളതായിരുന്നു, ചെറുപ്പം മുതലേ എത്തിക്കാനുള്ള രീതിയിലായിരുന്നു അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ കാൻഡീസ് ഇറക്കി, മാർക്കറ്റിൽ സക്സസ് ആയി. പല 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 ടൈപ്പിൽ ഇറക്കി കാൻഡീസ്, അത് നല്ല രീതിയിൽ സക്സസ് ആയി. പിന്നെ ആൾക്കാർക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടി, കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരൊക്കെ കഴിക്കാൻ തുടങ്ങി. ഈ ഒരു ടേസ്റ്റ് കിട്ടി. അപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആണ് ഈ കോൾഡ് കോഫി, ഷുഗർ കോൾഡ് കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റിലേക്ക്. ഷുഗർ കോൾഡ് കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതും സക്സസ് ആയി. അങ്ങനെ സ്റ്റെപ്പ് ബൈ കാര്യങ്ങൾ മൂവ് ആയി. അവിടുത്തെ ആൾക്കാർ, അതായത് 40 years ആയിട്ട് ടീ കൾച്ചർ ഉള്ള ഒരു കൺട്രി കോഫീനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതിൽ തന്നെ എന്ത് ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന്റെ എന്ത് പ്രൊഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് എങ്ങനെയുണ്ടോ അതിന്റെ ഫ്യൂച്ചർ അതുപോലെ ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആപ്പിളിന്റെ ഐപോഡ്. അപ്പോൾ അതിലൊരു കൊടുത്ത ടാഗ് ലൈൻ എന്ന് പറയുന്നത് 1000 songs in your pocket എന്നാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ആപ്പിൾ ഈ ഐപോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കസ്റ്റമേഴ്സിന്റെ ആവശ്യം മനസ്സിലാക്കി, എന്താണ് അവർക്ക് വേണ്ടതെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരൊരു ടാഗ് ലൈൻ എന്ന രീതിയിലും അതുപോലെ തന്നെ ഈ ഒരു ഐപോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ശരിയാണ്. നമുക്ക് പിന്നെ ഇൻസ്പയർ ചെയ്തെങ്കിൽ ഐക്കോണിക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതും ആപ്പിളാണ് ചെയ്തത്. അതുപോലെ കുറെ കമ്പനീസ് ഉണ്ട് ഈ മാർക്കറ്റിംഗിൽ. ചിലപ്പോൾ പ്രൊഡക്റ്റ് വലിയ പ്രൊഡക്റ്റ് ആയിക്കില്ല, ബട്ട് മാർക്കറ്റിംഗിൽ കയറിപ്പോയി കുറെ, അതായത് ആൾക്കാരുടെ മൈൻഡിലേക്ക് സംഭവം ഇൻജെക്ട് ആക്കാം. പിന്നെ ആൾക്കാർക്ക് അതിനെപ്പറ്റി ദോഷം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് മാർക്കറ്റിംഗിന്റെ പവറാണ്. ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആൾക്കാർ നല്ലതേ പറയുള്ളൂ പല കാര്യത്തിലും. കാരണം അവർക്കൊരു ഒരു ബാഡായിട്ടുള്ള റിവ്യൂ കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒന്നും പറ്റില്ല. നമുക്കറിയാം പല കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. എല്ലാവരും ഈ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു സംഭവം എല്ലാവരും ചിലപ്പോൾ നോക്കിക്കൊള്ളണമെന്നില്ല. എല്ലാവരും നല്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നല്ല ഒരു അടിപൊളി കമ്പനിയൊക്കെ തുടങ്ങി കഴിഞ്ഞാലും മാർക്കറ്റിംഗ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് മുന്നോട്ടൊരു വളർച്ച ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നലല്ല, അങ്ങനെയാണ്. മാർക്കറ്റിംഗ് ആണ് ഒരു കമ്പനിയുടെ ബേസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങണം. മാർക്കറ്റിംഗ് ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളത് പോലെ ഉണ്ടാവും കമ്പനിയുടെ ഫ്യൂച്ചർ. ആൾക്കാരെ കൺവിൻസ് ചെയ്യാം, നമ്മൾക്ക് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാം. അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഉണ്ടാവും അതിന്റെ ഫ്യൂച്ചറും കാര്യങ്ങളും.